കേരളത്തിൽ വന്നിട്ട് ശബരിമലയെക്കുറിച്ച് പരാമർശിക്കാതെ പോകാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ്. അയ്യപ്പന്റെ പേര് പറയാൻ അനുവദിക്കാത്ത എന്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്? ശബരിമലയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതിലൂടെ പരിഹാരമാകുമെന്നും സുഷമ സ്വരാജ് കൊച്ചിയിൽ പറഞ്ഞു. केरला की फिल्म स्टार सुरेश गोपी अभी राज्यसभा के मेंबर हैं, चुनाव लड़ रहे हैं लोकसभा का. उन्होंने केवल पब्लिक मीटिंग में अयप्पा नाम ले दिया, इसके ऊपर उनको क्रिटिसाइज किया जा रहा है. तब इन्हें अयप्पा के नाम से भी डर लगता है. ये कैसा चुनाव है भाई, जहाँ जो डिवोटी गुरु का अपनी बेटी का नाम भी नहीं ले सकते, वो लॉर्ड अयप्पा भी नहीं कह सकते. कैसा चुनाव है मित्रों? ऐसी सरकारों को उखाड़ने का चुनाव एक मौका देता है, एक अवसर देता है. ശരൺ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശരൺ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കു ലംഘിച്ച് തുടർച്ചയായി ബിജെപി നേതാക്കൾ ശബരിമലയെക്കുറിച്ച് സംസാരിക്കുകയാണ്. സുഷമ സ്വരാജ് എന്താണ് പറഞ്ഞു വെച്ചത്? രഞ്ജിത്ത്, കൊച്ചിയിൽ ബിജെപി സംഘടിപ്പിച്ച സംവാദ പരിപാടിക്കിടെയാണ് സുഷമ സ്വരാജ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ശബരിമല വിഷയത്തെക്കുറിച്ച് പരാമർശിക്കാതെ പോകാനാകില്ല. കാരണം ബിജെപി ശക്തമായ നിലപാടാണ് ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാർ വിശ്വാസികളോട് ഏറ്റുമുട്ടുന്ന ഒരു സമീപനത്തിലോട്ടാണ് കാര്യങ്ങൾ പോയത്. ഒപ്പം UDF ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കാതെ നിലപാടിനായി നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇത്തരത്തിൽ കാര്യങ്ങൾ പരാമർശിച്ച ശേഷമാണ് സുഷമ സ്വരാജ് ശബരിമല വിഷയം, അതായത് സ്വന്തം ഒരു വിശ്വാസിക്ക് അയ്യപ്പന്റെ പേര് പറയാനാകാത്ത ഒരു സാഹചര്യം പെരുമാറ്റച്ചട്ടമായി മാറിയിരിക്കുകയാണ്, പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ എന്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് സുഷമ സ്വരാജ് ചോദിച്ചിരുന്നത്? അതായത് ഇത്തരത്തിൽ വിശ്വാസിയായ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ പേര് പറയാൻ അനുവദിക്കാത്ത എന്ത് പെരുമാറ്റച്ചട്ടമാണിത് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് സുഷമ സ്വരാജ് സംവാദത്തിനിടെ മുന്നോട്ട് പോയത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞത് അതായത് ബിജെപിക്ക് ശബരിമല വിഷയത്തിൽ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതിലൂടെ ശബരിമലയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകുമെന്നും സുഷമ സ്വരാജ് കൊച്ചിയിൽ പറഞ്ഞിട്ടുണ്ട്. SS ശരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.